ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. LBSൻ്റെ വിവിധ പാരാമെഡിക്കൽ അതേപോലെ തന്നെ BSc നേഴ്സിംഗ് കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാൻ ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഏറ്റവും അവസാനമായി LBSൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. ഇനി തേർഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഒന്നാമത്തെ ശ്രദ്ധിക്കുക, തേർഡ് അലോട്ട്മെൻറ്റ് ശേഷമാണ് വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കേണ്ട കാര്യം നേരത്തെ അനൗൺസ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നാളെ, അതായത് 13/9/2024 നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ഫീ നിങ്ങൾ അടയ്ക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന ചലാൻ ഉപയോഗിച്ച് ഏതെങ്കിലും ഫെഡറൽ ബാങ്കിൻ്റെ ശാഖ വഴിയോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഫീസ് അടക്കുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥി പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് ഫെഡറൽ ബാങ്കിൻ്റെ ആ ഒരു ചലാൻ പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് നിങ്ങൾ തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്കിൻ്റെ ഏത് ശാഖയിൽ പോയാലും നിങ്ങൾക്ക് ചലാനായിട്ട് അടക്കാം. ഇനി എല്ലാത്തവർ ജസ്റ്റ് പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് സാധാരണ രീതിയിൽ തന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് നെറ്റ് ബാങ്കിങ് വഴിയോ അല്ലെങ്കിൽ മറ്റുള്ള ഓൺലൈൻ ബാങ്കിങ് സൗകര്യം ബാങ്കിങ് ഫെസിലിറ്റി വഴി വിദ്യാർത്ഥികൾക്ക് ഫീസ് അടക്കുവാൻ സാധിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിർബന്ധമായിട്ട് നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഓൺലൈൻ ഫീസ് നിങ്ങൾ അടക്കുക. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക, 13/9/2024. നാളെ, അത് 13/9/2024 ശേഷം അടക്കാൻ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ ലഭിക്കില്ല. അതുകൊണ്ട് നിർബന്ധമായിട്ടും നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ കൃത്യമായിട്ടുള്ള സമയത്തിനുള്ളിൽ അലോട്ട്മെൻറ്റ് അടക്കുക. ഇനി അതേപോലെ തന്നെ അലോട്ട്മെൻറ്റ് ഫീസ് അടച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫീസ് അടച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഫീസ് അടച്ചതിന് ശേഷം അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഏത് കോളേജിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചുള്ളത് ആ കോളേജിൽ നിർബന്ധമായിട്ട് നിങ്ങൾ 20/9/2024 വൈകിട്ട് 3 മണിക്കുള്ളിൽ നിങ്ങൾ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും ഉൾപ്പെടെ നിങ്ങൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും ഉൾപ്പെടെ വിദ്യാർത്ഥികൾ 20/9/2024 നിർബന്ധമായിട്ട് നിങ്ങൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇനി അതോടൊപ്പം തന്നെ സർക്കാർ നഴ്സിംഗ് കോളേജ് അതേപോലെ തിരുവനന്തപുരത്തെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന തീയതിയിൽ കോളേജിൽ അഡ്മിഷന് വേണ്ടി ഹാജരാകേണ്ടത്. അപ്പോൾ ഈ ഒരു കോളേജിൽ മാത്രം അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കൃത്യമായിട്ടൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ ആ കോളേജിൽ കൃത്യമായിട്ട് പറഞ്ഞ ഡേറ്റിനുള്ളിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. ബാക്കിയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും നിങ്ങൾക്ക് എവിടെയാണ് അഡ്മിഷൻ ലഭിച്ചില്ല ആ കോളേജിൽ 20/9/2024 അഡ്മിഷൻ എടുക്കേണ്ടത്. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ അഡ്മിഷന് പോകുന്നതിന് മുമ്പ് കാര്യങ്ങൾ ഒന്നുകൂടി നിങ്ങൾക്ക് വെരിഫൈ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ അഡ്മിഷൻ ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഈ കാര്യം ചെയ്യുക. അതേപോലെ ഓൾറെഡി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും 20/9/2024 വേണമെങ്കിൽ നിങ്ങൾക്ക് കോളേജുമായി കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ 20/9/2024 നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇനി അതേപോലെ LBSൻ്റെ ഭാഗത്ത് നിന്ന് പുതിയ അഡ്മിഷൻ ഷെഡ്യൂൾ കൂടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥികൾ നിലവിൽ ഇതുവരെയും അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികളും ഈ പറയുന്ന ഷെഡ്യൂൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ സാധ്യത മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. LBSൻ്റെ ഭാഗത്ത് നിന്നും അപ്ഡേറ്റ് ചെയ്ത പുതിയ ഷെഡ്യൂൾ പ്രകാരം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ നിലവിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ജോയിൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഈ മാസം, അത് സെപ്റ്റംബർ 20 ഇനി അതോടൊപ്പം തന്നെ അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കുള്ള ഇനി സാധ്യതകൾ നോക്കാം. അതായത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വിത്ത് NOC ഇൻക്ലൂഡിംഗ് ന്യൂ പാരാമെഡിക്കൽ കോഴ്സ്. അപ്പോൾ അതായത് വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് വീണ്ടും അതായത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ഓപ്ഷൻ നൽകുവാനുള്ള ടൈം LBSൻ്റെ ഭാഗത്തും ശ്രദ്ധിക്കുക. 18/9/2024 മുതൽ 20/9/2024 വരെ നിങ്ങൾക്ക് ഓപ്ഷൻ ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് വിദ്യാർത്ഥികൾ നിലവിൽ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമുള്ള ഈ ഒരു പ്രധാനപ്പെട്ട അലോട്ട്മെൻറ്റിന് വേണ്ടി വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ നൽകുവാനുള്ള ഡേറ്റ് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതേപോലെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് 23/9/2024 ആ സമയത്ത് വിദ്യാർത്ഥികൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരമാവധി നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഫീ അടക്കേണ്ടതും അതേപോലെ കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ഡേറ്റും 25/9/2024. ഇനി അതേപോലെ SC ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമായിട്ടുള്ള സ്പോട്ട് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ഡേറ്റ് 26/9/2024. അത്തരത്തിൽ SC ST വിഭാഗക്കാർക്ക് അതായത് കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തതിനു ശേഷം അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ഡേറ്റ് 27/9/2024. ഇനി അതേപോലെ അവസാനത്തെ LBSൻ്റെ ഭാഗത്തു നിന്നും ഇത്രയും ഈ എല്ലാ അലോട്ട്മെൻറ്റും കഴിഞ്ഞതിന് ശേഷം വീണ്ടും സീറ്റുകൾ വേക്കൻസി വരികയാണെങ്കിൽ LBSൻ്റെ ഭാഗത്തു നിന്നുള്ള അവസാനത്തെ സ്പോട്ട് അലോട്ട്മെൻറ്റ് ഫോർ എല്ലാ കാറ്റഗറിയിൽ പെടുന്ന, അതായത് ജനറൽ കാറ്റഗറിയിൽ വരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ടുള്ള സ്പോട്ട് അലോട്ട്മെൻറ്റ് 28/9/2024 നടത്തുന്നതായിരിക്കും. അപ്പോൾ ഓരോ ഘട്ടത്തിലെയും അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള അലോട്ട്മെൻറ്റ് അതേപോലെ ഓപ്ഷൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള അതത് സമയത്ത് LBSൻ്റെ ഭാഗത്ത്
ഭാഗത്തും ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ സമയത്തിലെ അപ്ഡേറ്റ് പരമാവധി വിദ്യാർത്ഥി നമ്മുടെ ചാനലിൽ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ LBSൻ്റെ ഭാഗത്ത് നിന്ന് വിവിധ പാരാമെഡിക്കൽ അതേപോലെ BSc നഴ്സിംഗ് കോഴ്സ് അഡ്മിഷൻ തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും, നിലവിൽ അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികളും കൃത്യമായിട്ട് ഈ ഒരു LBSൻ്റെ ഭാഗത്തു നിന്നുള്ള നോട്ടിഫിക്കേഷന് വേണ്ടി ഫോളോ ചെയ്യുക. പരമാവധി നമ്മുടെ ചാനൽ എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നതുകൊണ്ട് തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ കൃത്യമായിട്ട് മറക്കാതെ എനാബിൾ ചെയ്യുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് LBSൻ്റെ ഭാഗത്തു നിന്നും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നിങ്ങൾ ആഗ്രഹിച്ച കോളേജിൽ തന്നെ ആഗ്രഹിച്ച കോഴ്സിൽ അഡ്മിഷൻ ലഭിക്കട്ടെ എന്നും, അതേപോലെ തന്നെ നിലവിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ ഏറ്റവും നല്ല മികച്ച രീതിയിൽ ഈ കോഴ്സ് പൂർത്തിയാക്കിയിട്ട് കോഴ്സ് കഴിയുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ നിങ്ങൾക്കൊക്കെ നേടിയെടുക്കുവാനും, അതായത് ജോലി നേടിയെടുക്കുവാനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥം ആശംസിച്ചുകൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് രചിരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.